പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സദൃശ്യവാക്യം 3-ാം അധ്യായം 33-ാം വാക്യം: യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിൽ ഉണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. നീതിമാന്മാരുടെ വാസസ്ഥലത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം വചനം കേൾക്കുന്ന നിങ്ങളെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഭവനത്തെ നീതിയുള്ള ഭവനമാക്കി മാറ്റുന്ന എല്ലാ ശാപത്തെയും തൻ്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരിച്ച് ഹല്ലേലൂയ നിങ്ങളുടെ ഭവനത്തെ നീതീകരിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ഭവനത്തെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്താ നീതിമാൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകത? വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീതിമാൻ്റെ ഭവനത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. പ്രിയരെ, നമ്മുടെ ഭവനങ്ങൾ ഓരോ ഭവനവും ഉല്ലാസ ജയത്തിൻ്റെ ഘോഷം കൊണ്ട് നിറയട്ടെ. ഒരു നാളും വീട്ടിനകത്ത് കരച്ചിലും പല്ലുകടിയും വന്ന് പിശാചിന് ഇടം കൊടുക്കാതെ നമ്മുടെ വീടുകൾ ആരാധനയുടെ, സ്തുതിയുടെ, മഹത്വത്തിൻ്റെ വീടായി മാറണം. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയും അതാ. ഇന്ന് രാവിലെയും വചനം കേൾക്കാൻ, വചനത്തിനു വേണ്ടി ചെവി തുറക്കുന്ന നിങ്ങളുടെ ഭവനത്തെ ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ പാടി ആരാധിപ്പാനുള്ള കാരണങ്ങളെ ദൈവം തരട്ടെ. മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു നിന്ദാ വിഷയമായി തീരാതെ നിങ്ങളുടെ വീട് അനുഗ്രഹത്തിൻ്റെ ഭവനമായി തീരട്ടെ, നന്മയുടെ ഭവനമായി തീരട്ടെ. കർത്താവ് അതിന് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. എന്നാൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിമാൻ്റെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നീതിമാൻ്റെ വീട് രക്തത്താൽ അടയാളപ്പെടുത്തിയ വീടാണ്. ഹല്ലേലൂയ. നമ്മുടെ ഗുണം കൊണ്ടല്ല നാം നീതീകരിക്കപ്പെട്ടത്, യേശുവിൻ്റെ രക്തം കൊണ്ടാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ഗോത്രത്തിൽ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ, ഹല്ലേലൂയ, ആ മിസ്രയീം ദേശത്ത് സംഹാരദൂതൻ കടന്നുപോയപ്പോൾ രക്തത്തിൻ്റെ അടയാളം കണ്ട വീടിനെ അവർ തൊട്ടില്ല, അതിനെ കടന്നുപോയി. അതുപോലെ ഈ കാലഘട്ടത്തിലും നമ്മുടെ വീടിൻ്റെ മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം ഹല്ലേലൂയ ഉണ്ടായിരിക്കണം. യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളമുള്ള വീടാണോ, ആ വീട് അനുഗ്രഹിക്കപ്പെടും. ആ വീട്ടിനകത്തുനിന്ന് കരച്ചിലും മുറവിളിയും അല്ല വരുന്നത്. ആ വീട്ടിനകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്, പുറപ്പെടലിൻ്റെ ശബ്ദമുണ്ട്, ആരാധനയുണ്ട് ആ വീട്ടിനകത്ത്. പ്രിയരെ, നമ്മുടെ ഭവനത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളമുണ്ടോ? ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ ഒറ്റ മാർഗമേ ഉള്ളൂ. അതിന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. അവനിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. നാം ആ നാമത്തെ ഏറ്റുപറഞ്ഞ് ആ നാമത്തെ ഉയർത്തുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ അടയാളം വരും. നമുക്കുള്ള സകലത്തിൻ്റെ മേൽ അവൻ അടയാളമിട്ട് നമ്മെ സൂക്ഷിക്കും. ഒരു അന്ധകാര ശക്തിയും കാണാത്തവണ്ണം നമ്മെ സൂക്ഷിക്കും. നമ്മുടെ വീട് അനുഗ്രഹത്തിൻ്റെ ഭവനമായി തീരട്ടെ. എല്ലാ ശാപത്തെയും യേശു കർത്താവ് എടുത്തു മാറ്റിയതിനാൽ സ്തോത്രം. അതുകൊണ്ട് നാം വീണ്ടും ജനിക്കപ്പെടുമ്പോൾ നാം പെസഹ ആചരിക്കുക. നമ്മുടെ ഭവനത്തിൽ ഹല്ലേലൂയ രക്തത്തിൻ്റെ അടയാളം വരികയാണ്. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ ആ അടയാളമുള്ള നിങ്ങളുടെ ഭവനങ്ങളെ യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ. 2, ഹല്ലേലൂയ, വചനം പറയുന്നു, ഏതാ വീട്? നീതിമാൻ്റെ വീട് പാറമേൽ പണിത വീടാ. ആ വീട് കുലുങ്ങിപ്പോകത്തില്ല. പാറ ഏതാ? ക്രിസ്തുവാകുന്ന പാറ, വചനമാകുന്ന പാറ. യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട വീടാണോ നിങ്ങളുടെ വീട്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് അനുഗ്രഹമുണ്ട്. നമ്മുടെ വീട്ടിനകത്തെ എല്ലാ തീരുമാനത്തിൻ്റെ പുറകിലും ദൈവവചനത്തിൻ്റെ ഹല്ലേലൂയ ബലം വേണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ. പ്രിയരെ, നിങ്ങളുടെ വീട്ടിനകത്ത് വചനം ഉയർത്തുന്ന വീടാണോ? വചനത്തെ മാനിക്കുന്ന വീടാണോ? വചനത്തിനു വേണ്ടി കാതു തുറക്കുന്ന വീടാണോ? അങ്ങനെയെങ്കിൽ ആ വീടിൻ്റെ അടിസ്ഥാനം പാറമേല, ആ വീടിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാ. ക്രിസ്തു ജീവൻ്റെ വചനമത്രേ. ആ വചനം നമുക്ക് ജീവനും ചൈതന്യവും തരും. വീട്ടിനകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം വരാൻ, വീട്ടിനകത്ത് അനുഗ്രഹം വരാൻ ഹല്ലേലൂയ വീട് പാറമേൽ പണിത വീടായിരിക്കണം. നമ്മുടെ വീടിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അതാ. ഈ വീടിനൊരു ഉറപ്പുള്ള പാറയുണ്ട്, ഈ വീടിന് ബലമുണ്ട്. ഏത് പ്രതിസന്ധിയിലും, ഏത്
പ്രതികൂലത്തിൻ്റെ നടുവിലും ഏത് കാലാവസ്ഥയിലും നമ്മുടെ വീടിന് ഒരു ദോഷവും പറ്റത്തില്ല. ലോകത്തിലെല്ലായിടത്തും കാറ്റടിക്കും, ലോകത്തിലെല്ലായിടത്തും വെള്ളപ്പൊക്കം വരും, ലോകത്തിലെല്ലായിടത്തും പ്രശ്നങ്ങൾ വരും. എന്നാൽ അതിൻ്റെ നടുവിലും ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ, തല ഉയർത്തി നിൽക്കണമെങ്കിൽ, ജയത്തോടെ നിൽക്കണമെങ്കിൽ നാം വചനത്തിൽ പണിയപ്പെട്ട വീടായി തീരട്ടെ. വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, വചനത്തെ ഉയർത്തുന്ന വീടായി തീരട്ടെ. ഇതാ മൂന്നാമതായിട്ട്, നമ്മുടെ വീടിനകത്ത് അനുഗ്രഹം വേണോ, നമ്മുടെ വീട് നീതിമാൻ്റെ വീടായി തീരണമോ, അവിടെ ഒരു ദൈവിക വ്യവസ്ഥ വേണം, ദൈവിക ഓർഡർ വേണം. 128 സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവം പറയുന്ന ഓർഡറുണ്ട്. എന്താ ഒരു ഗൃഹനാഥൻ്റെ ഡ്യൂട്ടി, എന്താ ഒരു ഭാര്യയുടെ ഡ്യൂട്ടി, എന്താ മക്കളുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടുള്ള ഡ്യൂട്ടി. അങ്ങനെ ദൈവം പറയുന്ന ഒരു ദൈവിക സിസ്റ്റമുണ്ട്, ദൈവിക ഓർഡറുണ്ട്. പ്രിയരെ, നാം ഹല്ലേലൂയ ഒന്നുമില്ലാത്ത ഭാഷാന്യ കാളകളെ പോലെ അഴിച്ചു വിട്ടവരല്ല. നമ്മുടെ മേലൊരു കയറുണ്ട്, ദൈവ വ്യവസ്ഥയുടെ കയറുണ്ട്. നമുക്ക് യാഗപീഠത്തോട് നാമെ കെട്ടിരിക്കുക. ലോകം ഓടുന്നത് പോലെ നമുക്ക് ഓടാൻ പറ്റത്തില്ല, ലോകം ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കൊരു യജമാനനുണ്ട്, നമുക്കൊരു അപ്പയുണ്ട്, നമുക്കൊരു പ്രമാണമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്തും ആ ഒരു ദൈവിക വ്യവസ്ഥയെ നമുക്ക് പിൻപറ്റാം. മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണമെന്ന്, കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന്, ഭർത്താവും ഭാര്യയും എങ്ങനെ ചെയ്യണമെന്ന്, എന്താ ദൈവിക വ്യവസ്ഥ, ആ വചനത്തിൻ്റെ വ്യവസ്ഥ പിൻപറ്റുന്ന ഒരു ഭവനമാണോ നമ്മുടെ ഭവനം? അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ശാപമല്ല ഉള്ളത്, നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെട്ട വീടാ. നീതിമാൻ്റെ കൂടാരത്തിലെ അനുഗ്രഹത്താൽ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ നന്മകളാൽ നിറക്കട്ടെ. 3 ചെക്ക് പോയിന്റ് പരിശുദ്ധാത്മാവ് പറയുന്നു. 1, നിങ്ങളുടെ വീടിൻ്റെ മേലുള്ള അടയാളം. 2, നിങ്ങളുടെ വീടിൻ്റെ അടിസ്ഥാനം. 3, നിങ്ങളുടെ ഭവനത്തിൻ്റെ വ്യവസ്ഥ. ഈ 3ഉം പരിശോധിച്ചാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തുന്നതിനാൽ സ്തോത്രം. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.